കുറേ നേരമായിട്ട് കുറേ കാര്യം പറയണമെന്ന് വിചാരിക്കുക. പക്ഷെ നീ ഈ കല്യാണം ഉറപ്പിച്ച പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. സോ ഞാനിപ്പോൾ ആ കാര്യം അങ്ങ് പറയാൻ തീരുമാനിച്ചു. എന്നാ പറഞ്ഞു? ഒന്നാമത്തെ കാര്യം, ഈ കല്യാണം എൻ്റെ പാരൻസ് നിർബന്ധിച്ചോട്ട് മാത്രം നടക്കുന്നതാണ്, അല്ലാണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമല്ല. ഓ അതാർന്നോ? എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമല്ല, പാരൻസ് നിർബന്ധിച്ചോണ്ട് തന്നെയാ. ഇനി എനിക്ക് പോവാലോ? ഓഹോ, അവൾ ഇത്ര നേരം ഇങ്ങനെയൊന്നുമല്ലല്ലോ സംസാരിച്ചേ. ഓ എന്നതാ പറഞ്ഞു കഴിഞ്ഞില്ലേ? നിനക്ക് ഉണ്ടല്ലോ ഒരു മാറ്റവും വന്നിട്ടില്ല, പണ്ടത്തെ പോലെ തന്നെ. ഞാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞു, പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ചെയ്യാനോ? ഇവനെന്തിനാ അടുത്തേക്ക് തന്നെ? ആ എൻ്റെ അടുത്ത് വരരുത്, ഞാൻ എന്തായാലും ചെയ്യുന്നു. ഒന്ന് കാണട്ടെ. കൊച്ചിത് എവിടെയാ? അയ്യോ ഏട്ടത്തി, ആ നിനക്കാണോ? ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എന്നാണ് എന്നെ പറ്റിയേ? കുറച്ച് വെള്ളം തായോ. എന്നാടാ നീ കാര്യം പറ. ഓ ഇച്ചിരി വെള്ളം എടുത്ത് തരുമോ? എന്നാ കൂടി. ഐഷ് ഇവിടെ വന്ന് നിൽക്കുവായിരുന്നു. ഹായ്, എന്നാണ് കൊച്ചെന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി തന്നെ? അത് അവിടെ 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 ഒന്ന് ചുമ്മാ കാണാൻ പോയതാ ഞാൻ. ആഹാ, അവിടെ എന്താ വല്ല മ്യൂസിയമോ? അന്ന് ഞാനൊന്ന് പോയി നോക്കിട്ടൊക്കെ. എൻ്റെ പൊന്നെ അവിടെ ഒന്നും ഇല്ല, വാ നമുക്ക് അങ്ങോട്ട് പോവാ. ഞാനൊന്ന് ചുമ്മാ അവിടെ പോയി നോക്കിയതാ, ഞാൻ പോവാട്ടാ. സംതിങ് ഫിഷി. ആ അത് പോട്ടെ, ഞാനെന്തിനോട് നിൽക്കണേ? എവിടെയാ? ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ വരാം. അവിടെ കയറി ഇരുന്നോ? പക്ഷെ പെണ്ണിന് ഇച്ചിരി നേരത്തെ റെഡി ആയെന്താ? ഇവരെന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ഈ പ്രാന്തുള്ള ചക്കരയാണ് എനിക്ക് കെട്ടിക്ക് കൊണ്ടാ തന്ന വീട്. ഇവളെന്തോത്തിനാ ചിരിക്കുന്നേ? അമ്മ എപ്പോ വന്നു? ഞാനൊന്നും അങ്ങോട്ട് പോട്ടെ. ചെല്ല്. നോക്ക് അങ്ങോട്ട് കയറിയിരിക്കാൻ മേലാഞ്ഞാ? വേണ്ട, ഇപ്പൊ തന്നെ പാറ് വരും, ഇപ്പൊ ഞങ്ങളങ്ങോട്ട് പോവും. അയ്യോ, ബാ പോവാം. കൊച്ചിനൊരു ദിവസം ലീവ് എടുത്തൂടെ? ഞാനെന്തിനാ ചുമ്മാ ഇരുന്ന് ലീവ് എടുക്കണേ? ചുമ്മയില്ലല്ലോ, ഇന്നലെ എൻഗേജ്മെൻ്റ് ഒക്കെ ഇല്ലായിരുന്നു, അപ്പം ക്ഷീണം. ഓ എനിക്ക് ആ വിധത്തിലുള്ള ഒരു ക്ഷീണമില്ല. ബാ നമുക്ക് പോവാം. പോവാം. അമ്മ പോവാട്ടോ, ഞാൻ വൈകിട്ട് വരാം. ചേട്ടാ. ആ ശരി എന്നാ. എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല, എന്നാലും ഞാനൊരു കാര്യം പറയാം. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
എനിക്ക് അല്ലീല് പറയാം ഞാൻ എൻ്റെ സുന്ദരനാന്ന്. അയ്യൊരു സുന്ദരം വന്നേക്കണം. നീ എവിടെ ഇല്ല, ഞാൻ കുഞ്ഞാറ്റയുടെ അടുത്ത് പോയിട്ട് വരാം. ഹലോ ഗൈസ്, എൻ്റെ മോനെ അടിപൊളി ലുക്കായല്ലോ. ഈ ഫേസ് ശരിക്കും ചേരണേ. നേരെ സംസാരിച്ചോണ്ടിരുന്ന മതി, ഇങ്ങോട്ട് വന്നേ. കൊച്ചു ഞങ്ങൾ വന്നോട്ടാ. പിന്നെ കൊണ്ട് എന്താ പറ്റി എന്നെ എന്താ ഇങ്ങനെ നോക്കണത്? മാറിക്കേ, ഞാൻ പോട്ടേട്ടാ. ദേടാ അവള് വന്ന്. അവളുടെ മുകളിരിക്കണം നോക്കി. ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം കെട്ടാറായില്ലേ? ഒരേ പന്തലിൽ ഒരേ മേടയിൽ ഇരുവരുമേ കണം കാൺகிறேன் കണ്ണാലേ. ഒരേ പന്തലിൽ ഒരേ മേടയിൽ ഇരുവരുമേ മണ്ണை கொண்டாடும் சேலை கொண்டு மார்பை கொண்டாடும் தாலி கொண்டு மடியை கொண்டாடும் மாலை கொண்டு மகிழ்வே. தினமும் வாசம் கொண்டாடும் பூக்கள் வைத்து வாசம் கொள்ளாத கோலமிட்டு காதல் கொண்டாடும் கணவன் திருமணியில் மலர்வே. എടി നിന്റെ ഏട്ടൻ വന്നല്ലോ, നീ എന്നിട്ട് ഇവിടെ വന്നിരിക്കുക? ഓഹോ വന്നോ? ഞാനെന്താ കയറിയപ്പോൾ കാണാൻ പോകുന്നില്ല. വേണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് വന്ന് കാണട്ടെ. എന്തുവാടേ, ആ ചേട്ടൻ നിന്നെ കാണാനല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ? ഭയങ്കര സ്നേഹം. എന്നിട്ട് എൻ്റെ കല്യാണത്തിൽ വന്നില്ലല്ലോ. അത് ചിലപ്പോൾ തിരക്കായോണ്ടായിരിക്കുന്നേ. എത്ര തിരക്കായാലും സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് വരാണ്ടിരിക്കുവോ? പോയി പെണ്ണ്, നീ ഇവിടെ ഇരി, ഞാൻ പോയി എൻ്റെ അളിയനെ കാണട്ടെ. ആ പോ. ഹലോ, നമ്മളെയൊക്കെ അറിയോ? ആ, ഞാൻ നിങ്ങളെ അന്വേഷിച്ചോണ്ടിരുന്നു. അവളെന്ത് ചെയ്യേ? അവള് ഏട്ടനെ കാണണ്ടാ പറഞ്ഞു. കാണണ്ടാന്നോ? ആ, അളിയൻ ഞങ്ങളുടെ കല്യാണത്തിന് വന്നില്ലല്ലോ, അതിന് പിണങ്ങിയിരിക്കുവോ അവള്? ഓ, പെണ്ണിന്റെ കാര്യം നിങ്ങൾ ഇവിടെ ഇരി, ഞാനിപ്പോ പോയിട്ട് വരാം. എടി കാന്താരി, ഇവിടെ ചിലവർക്കൊക്കെ എന്നോട് പിണക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു. എനിക്ക് ആരോടും ഒരു പിണക്കുമില്ല, ഒരു കുന്തുമില്ല. ഒന്ന് എനിക്ക് പോകുന്നുണ്ടോ? പെണ്ണിനെ കൊണ്ട് എൻ്റെ പൊന്നെ, എനിക്ക് ലീവ് കിട്ടാത്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ? ഓ ശരി, സമ്മതിച്ച്. പിന്നെ അങ്ങനെ ഇപ്പോൾ വന്നത്? ഓ എടി പെണ്ണെ, ഞാൻ അന്നേരം ലീവ് ചോദിച്ചു, പുള്ളി തന്നില്ല. അപ്പോഴത്തേക്കും എന്തൊക്കെയായാലും ഒരു ലീവ് ഞാൻ എടുത്ത് വെച്ചേക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തന്നാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ വരാൻ പറ്റിയത്. ആ ശരി, ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി അടുത്ത പ്രാവശ്യം എല്ലാം ചെയ്താലാ. ഡീഡി, നീ പിന്നെ കെട്ടാൻ പോവാണോ? ആ ശരിയല്ലോ, നീ പിന്നെ കെട്ടാൻ പോവാ? ചിലപ്പോ നിന്നെ ഞാൻ എന്തോടി നോക്കി പേടിപ്പിക്കുന്നേ? ഇതിനെക്കാട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട് കേട്ടാ. എന്തിന്? അന്ന് എൻഗേജ്മെന്റിന് നടന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചേ, ചുമ്മാ ചോദിച്ചു മേടിച്ച്. നീ കിടക്കണില്ലേ? ഞാൻ കിടക്കാൻ പോവാട്ടോ. ആ പിന്നെ ആ താഴെ കിടന്നോ നീ? പറ്റത്തില്ല, എനിക്ക് കാട്ടിലേ കിടക്കണം എന്ന് പറഞ്ഞാൽ കിടക്കണം. ഞാൻ കട്ടിലേ കിടന്നാൽ ശീലിച്ചിട്ടുള്ളത്. എനിക്ക് കാട്ടിലേ കിടന്നാലും ഉറപ്പം വരുത്തുള്ളൂ. പക്ഷെ എനിക്കും കട്ടിലേ കിടക്കണമല്ലോ. ഞാൻ എന്നിട്ട് മാറിക്ക്, ഞാൻ അവിടെ കിടക്കും. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ആ സോഫയിൽ ചെന്ന് കിടന്നോ? സോഫയിൽ എൻ്റെ പട്ടി കിടക്കും. എന്നാൽ നിന്റെ പട്ടിയോട് വന്ന് കിടക്കാൻ പറ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാട്ടാ. ആ ഇപ്പം സോഫയിൽ തന്നെ കിടക്കാനായിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? ചിന്നാറ് പോവാം. എവിടെ പോവാൻ? മറന്നുപോയി. അപ്പം ഇന്ന് ക്ലാസ്സിൽ പോകണ്ടേ? എൻ്റെ പൊന്നു തൊഴുത് ഞാൻ. എന്താ? ഇനി ഒരാഴ്ചത്തേക്ക് സ്കൂളിലൊന്നും പോകണ്ട. അപ്പം ലീവ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, കൊടുത്തില്ല. അല്ല, എന്തിനാ ലീവൊക്കെ കൊടുക്കണേ? എൻ്റെ പൊന്നെ, ഇപ്പം ക്ലാസ്സിൽ പോകണ്ട. ഒന്നല്ലേ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞോളാം ടീച്ചറിനോട്. പക്ഷെ എന്നാലും ചുമ്മാ ക്ലാസ്സൊക്കെ വേസ്റ്റ് ചെയ്യേണ്ട എന്താ ആവശ്യം?